നമ്മളെ ഇന്ത്യാഗ്രോ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഇഞ്ചി കൃഷിയാണിത്. അതിനിടക്ക് കാപ്പിയൊക്കെ ഉണ്ട്. ഇഞ്ചി ഒഴിവാകുന്നതോടുകൂടെ കാപ്പിത്തൈകൾ. അപ്പോൾ കാപ്പിത്തൈകളൊക്കെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൂവസ്ത്രയും ഗ്രോ മാജിക്കും ആണിതിന് കൊടുത്തത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ നല്ല ചെന പൊട്ടി വരുന്നുണ്ട്. ഇഞ്ചിയൊക്കെ നല്ല കരുത്തോടു കൂടെ തന്നെ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ അരിക്കയറ്റുന്ന പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് മണലിട്ടതിന് ശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഗ്രോ മാജിക്കും ഭൂവസ്ത്രയും അതുപോലെ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഇത് ഫസ്റ്റിൽ വിത്തിട്ടത്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. 2 മാസമായി. ഇന്ന് നമ്മളെ പ്രൗഡ് കൂട്ടി ഇതിൻ്റെ മുരട്ടിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിക്ക് വരുന്നൊരു ചീക്ക് രോഗമുണ്ട്, അത് വരാതിരിക്കാനാണ്. അതുപോലെ ഇതിന് വരുന്ന മറ്റൊരു രോഗമാണ് തണ്ട് തുളപ്പ്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ നടത്തുന്ന ശല്യം. അതിന് നമ്മളെ MI സിട്രയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്ത ദിവസം സിട്ര കൊടുക്കും. പ്രൗഡും സിട്രയും ഒന്നിച്ച് കൂട്ടരുത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലായനിയാക്കാൻ പാടില്ല എന്നാണോ അതല്ല ഒരു സമയത്തൊരു വളവിന് കൊടുക്കരുത് എന്നാണെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഒന്ന് സാവകാശം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അടുത്ത ദിവസം മൊത്തത്തിൽ ഇനി MI സ്പ്രേയും സിട്രയും ഒലിഫും കൂട്ടിയിട്ട് ഇതിൽ സ്പ്രേ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു 1.5 ഏക്കർ സ്ഥലത്ത് നിലവിൽ ഇവിടുത്തെ ആളുകളൊക്കെ നടത്തുന്ന അതുപോലെയാണ് രാസവളം ചേർത്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റ് മാത്രം. ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റിനോട് കൂടെ നമ്മൾ ഈ സമയത്ത് ഇഞ്ചിക്ക് ചെനപ്പ് കൂടുതലുണ്ടാകാനും മറ്റൊക്കെ മാഗ്നീഷ്യം, ഫോസ്ഫറസും അങ്ങനെ ചില അത്യാവശ്യ വസ്തുക്കളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റുകളുടെ ഒരു മിശ്രിതം ഇവിടെ ഒരു 10 കള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വരുമാനം എന്ന നിലക്ക് ഇതിലൂടെയല്ല, ഇത് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് ബോധ്യപ്പെടാനാണ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളിൽ വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസം നമുക്കൊരു ബോധ്യമാവണമെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം. മറ്റൊരാളെ പരീക്ഷിക്കണ്ടല്ലോ. പിന്നെ നമുക്ക് കൃത്യമായിട്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഇപ്പോൾ കണ്ടില്ലേ, കാപ്പി തൈകളൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചനച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കൂടെ തന്നെ 2 മാസം പ്രായമുള്ള തൈകളാണിത്. അതോടൊപ്പം ഇനി നമ്മളിവിടെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് കൃഷിയും പിന്നെ മറ്റൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ എന്താണ് ഇതിൻ്റെ പേര് ഇതാക്കണം. ഈ കാണുന്ന സാധനം കളകൾ പറിച്ചിട്ടില്ല. അതായത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ ഇതിന് കുറച്ച് മിശ്രിതം ഡോളമേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മുളച്ച് നിൽക്കുന്ന ചുവന്ന സാധനം, ഇതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടൂല. എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. കുഞ്ഞിപ്പോൾ അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേരെന്താ? ബട്ടറിൻ്റെ തൈയാണിത്. അതിവിടെ ഇങ്ങനെ വിത്ത് പാകിയിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കിവിടെ വെക്കാനാണ്. നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ രാസവളം ചേർത്ത് ഇഞ്ചി ചെയ്യുന്നത്. ഇങ്ങോട്ട് മേലെ ഭാഗത്തേക്ക് നമ്മളെ ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റാണ് കൊടുത്തിട്ടുള്ളത്.